ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്നൊരു ഫ്രോക്കിൽ നോർമൽ സിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പഠിക്കാം. അപ്പോൾ നമ്മൾ സാധാ മെഷർമെൻറ്റൊക്കെ നമുക്ക് ആദ്യം ഈ ക്ലോത്തിലൊന്ന് അടയാളപ്പെടുത്താം. ഞാനിവിടെ നെക്കിൻ്റെ വിടുത്തായിട്ട് 2.4 എടുത്തത്. ഇനി ഷോൾഡർ, ആം ഹോൾ, ചെസ്റ്റിൻ്റെ അളവ്, വേസ്റ്റിൻ്റെ അളവ്, അങ്ങനെ നമുക്ക് സാധാ മാർക്കിങ്ങൾ അടയാളപ്പെടുത്താം. ആം ഹോൾ ഷേപ്പ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഫ്രണ്ടിൻ്റെ നെക്ക് കൂടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഏത് ഷേപ്പാണോ വേണ്ടത് അതൊന്ന് വരച്ചെടുക്കുക. ശേഷം നമുക്ക് നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ബോഡി പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ്. സിബ് വെക്കുമ്പോൾ ഫ്രണ്ട് പാർട്ടിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. ഇനി ബാക്കിൻ്റെ ക്ലോത്ത് ഇതേപോലെ 2ആയി മടക്കി 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇനി 1/2 ഇഞ്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട് ബോഡി പാർട്ട് ഇതേപോലെ വെക്കുക. എന്നിട്ട് ആ മാർക്കുകളൊന്ന് ട്രേസ് ചെയ്തെടുക്കുക. ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക് ബോഡി പീസും റെഡി ആയിട്ടുണ്ട്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ 1.5 വിഡ്ത്ത് 2.4 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മാർക്കൊന്ന് അടയാളപ്പെടുത്തി നമുക്ക് നെക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഫ്രണ്ടും ബാക്കും നെക്ക് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. നെക്സ്റ്റ് നമുക്ക് മെയിൻ ക്ലോത്ത് 2ആയി മടക്കിക്കൊണ്ട് നമ്മുടെ ലൈനിങ്ങും പീസ് അതിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് ഇതേപോലെ ഒന്ന് ട്രേസ് ചെയ്ത് നമുക്ക് മെയിൻ ക്ലോത്തുകൾ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്കും ഇതേ സെയിം രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അടുത്തതായി നമുക്ക് ഫ്രണ്ട് നെക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ 1/2 ഇഞ്ചിൽ നെക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. എക്സ്ട്രാ ഉള്ള പീസ് കട്ട് ചെയ്ത് മാറ്റുക, കട്ട്സ് ഇടുക. എന്നിട്ട് നല്ല വശത്തേക്ക് മറിച്ചിടുക. അതിന് മുമ്പായി പ്രസ് സ്റ്റിച്ചും കൂടി കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ബാക്കിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ലൈനിങ് പീസ് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിടുക. അതിന് ശേഷം ഓപ്പൺ ആക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു മടക്ക് കിട്ടും. അപ്പോൾ അത് കറക്റ്റ് സെൻറ്റർ നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് വരച്ചെടുക്കുക. അല്ലെങ്കിൽ കറക്റ്റ് സെൻറ്റർ കണ്ടിട്ട് വരച്ചാലും മതിയാവും. ഇനി ഈ ലൈനിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് 2 ലൈൻസ് കൂടി വരച്ചെടുക്കണം. ജസ്റ്റ് ഒരു 2 പോയിൻറ്റ് ഗ്യാപ്പ് വരുന്ന വിധത്തിൽ ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈന് 2 വശങ്ങളിലായിട്ട് വരച്ചെടുക്കുക. മൂന്നാമതൊരു ലൈൻ ഇപ്പുറം കാണുന്നത് ഡൗട്ട് ആവേണ്ട. അത് നമ്മൾ 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്ത ലൈൻ മാത്രമാണ്. അതിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ 2 സൈഡിലും ഇതേപോലെ ലൈൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് നെക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നെക്ക് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സെൻറ്റർ ലൈനിൻ്റെ ഇരുവശങ്ങളിലായിട്ട് 2 ലൈൻസ് വരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ലൈൻസിലേക്ക് കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും കിട്ടുക. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്ത് മാറ്റുക. എക്സ്ട്രാ ഉള്ള പീസ് ഇതേപോലെ മുറിച്ച് മാറ്റുക. പിന്നീട് ഇതേപോലെ കട്ട്സ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സെൻറ്റർ ലൈൻ ഉണ്ടല്ലോ അതിലേക്ക് കൂടി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമുക്ക് 2 പീസായിട്ടായിരിക്കും കിട്ടുക. ഇനി ഇത് നല്ല വശത്തേക്ക് തിരിച്ചിടുക. അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ ഈ ഭാഗം ഒന്ന് കൂർപ്പിച്ചെടുക്കുക. എന്തെങ്കിലും ഒരു ഷാർപ്പ് സാധനം കൊണ്ട് 2 ഭാഗവും ഇതേപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ നോർമൽ സിബ്ബാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സിബ് ഇതേപോലെ ഓപ്പൺ ചെയ്ത് ആ ഒരു സിൽവർ ഭാഗം വരുന്ന എൻഡ് നമ്മുടെ ഏറ്റവും മുകളിൽ വരുന്ന വിധത്തിൽ ഇതേപോലെ ഒന്ന് പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പിന്ന് ഉപയോഗിച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്യുക. ഇനി നമുക്ക് ഈ വശവും കൂടി ഇതേപോലെ കറക്റ്റ് വെച്ചുകൊണ്ട് ആ സിൽവറിൻ്റെ ഭാഗം ഒരേപോലെ വരുന്ന വിധത്തിൽ വെച്ച് പിൻ ചെയ്തെടുക്കുക. 2 വശങ്ങളും ഒരേപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് സിബ്ബർ ഫുട്ട് ഇട്ടിട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിൻ്റ് നമുക്കൊന്ന് ലോക്ക് ചെയ്തിട്ട് ഈ കാണുന്ന രീതിയിൽ എൻഡിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. താഴെ ഭാഗത്തുമ്പോൾ ഒന്ന് ലോക്ക് ചെയ്തെടുക്കുക. ഞാൻ അതിന് ശേഷം ഇവിടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നുണ്ട്. അതൊന്നും കൂടി നല്ലോണം സെക്യൂറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് 2 സ്റ്റിച്ചാണ് ഞാൻ സിബിന് ഇതേപോലെ കൊടുക്കുന്നത്. എന്നിട്ട് സിബ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഇപ്പുറത്തെ വശം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ സിബ് അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ എക്സ്ട്രാ ഉള്ള പീസ് മുകളിൽ എക്സ്ട്രാ വന്നത് കട്ട് ചെയ്ത് മാറ്റുക. ഇനി അവസാനം നമുക്ക് സിബിനൊരു സ്റ്റിച്ച് ഇതേപോലെ കൊടുത്തിട്ട് എക്സ്ട്രാ ഉള്ള പീസ് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മൾ സിബ് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അതുവരേക്കും ബൈ.